നമ്മൾ മലബാർ ഏരിയയിലുള്ളവരുടെ ഒരു പ്രിയപ്പെട്ട വിഭവമാണ് ഉന്നക്കായ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നല്ല നാടൻ ഉന്നക്കായ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ സാധാരണ നമുക്കറിയാം ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രോബ്ലം വരുന്നത് ഈ പഴം പുഴുങ്ങുന്നിടത്താണ്. കാരണം ചിലപ്പോൾ അതിൽ വെള്ളം കൂടുതലുള്ള പോലെ തോന്നും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉന്നക്കായ നല്ല രീതിയിൽ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും വരാതെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണിത് പുഴുങ്ങിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ തൊലി രണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലുണ്ട് ഈ ബ്ലാക്ക് കളർ ഒഴിവാക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ബ്ലാക്ക് കളർ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ 2 പഴത്തിനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പഴത്തിനെ നമ്മൾ 8 പീസാക്കിയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ നടുവിലുള്ള ഈ ബ്ലാക്ക് കളർ ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ നീളത്തിൽ വേണ്ടോ കട്ട് ചെയ്യാൻ. ഇനി നമുക്കിതിനെ പുഴുങ്ങണം. അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആവി കയറ്റിയിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവി കയറ്റാനുള്ളൊരു പാത്രത്തിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഗ്ലാസ് എടുക്കുക. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ. ഇനി അതല്ലെങ്കിൽ വല്ല തവി വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിന് ശേഷമേ നമ്മൾ കൈ കൊണ്ട് കുഴക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉടച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈ കൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ചൂടാറിയിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. ആ ചെറിയ ചൂടിൽ വേണം നമ്മൾ ഈ പഴം ഇതുപോലെ ഒടിച്ചെടുക്കാനും. എന്നിട്ട് കൈ കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രമാത്രം ഫില്ലിംഗ് ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള തേങ്ങ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഈ തേങ്ങയിലേക്ക് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ. അതും പിന്നെ അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ബദാമൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഏലക്കാപ്പൊടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങേനെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കുറച്ചൊന്ന് ക്രിസ്പ് ആവുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത് തേങ്ങ, എന്നാൽ കുറച്ചൊന്ന് ക്രിസ്പി ആവുകയും വേണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴവും അതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. കാരണം ആ പഴം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഉന്നക്കായ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് പുരട്ടിയതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മൾ ഈ രീതിയിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടുതലുള്ള പോലെ അങ്ങനെ ഒന്നും തോന്നില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഇടരുത് കേട്ടോ, പൊട്ടിപ്പോകും. അപ്പോൾ 1 സ്പൂണൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് പതുക്കെ ഇങ്ങനെ ഇത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഭാഗം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴ്ന്നെടുത്തിട്ട് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ ആ ഫില്ലിങ്ങിന്. അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകും, തിരിച്ചിടുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ആ ഉന്നയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് എല്ലാ ഉന്നക്കായനെയും ഇതുപോലെ ചെയ്തെടുക്കാം.
ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ ഉന്നക്കായ വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഒരു സമയത്ത് ഇടുന്നുള്ളൂ, കാരണം ഈ പാന് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് ഞാൻ 3 വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് തിരിച്ചിടുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമല്ലേ, പഴം പുഴുങ്ങിയതൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇനി ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഉന്നക്കായനെയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ ഉന്നക്കായ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം.